അറബിക്കടലിൽ അമേരിക്കൻ നാവികസേന നടത്തിയ അതീവ നാടകീയമായ സൈനിക നീക്കത്തിലൂടെ ഇറാനിയൻ ചരക്കു കപ്പലായ MV തുസ്ക പിടിച്ചെടുത്തത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു. ഏപ്രിൽ 17 മുതൽ ഇറാനിയൻ തീരങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ശക്തമായ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് അതിവേഗത്തിലുള്ള ഈ നടപടി US സ്വീകരിച്ചത്. കപ്പലിനെ പ്രവർത്തനരഹിതമാക്കിയ ശേഷം US മറീനുകൾ കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. അറബിക്കടലിലൂടെ ഇറാന്റെ ബന്ദർ അബ്ബാസ് തുറമുഖത്തേക്ക് നീങ്ങുകയായിരുന്ന MV തുസ്കയെ US യുദ്ധക്കപ്പലായ USS സ്പ്രൂവൻസ് തടഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ടുനിന്ന കടുത്ത വാഗ്വാദങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കുമാണ് സമുദ്രം സാക്ഷ്യം വഹിച്ചത്. ഉപരോധം ലംഘിക്കരുതെന്നും കപ്പൽ ഉടൻ നിർത്തണമെന്നും US സൈന്യം റേഡിയോ സന്ദേശങ്ങളിലൂടെ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ഇറാനിയൻ കപ്പൽ ഇത് അവഗണിച്ച് മുന്നോട്ടു നീങ്ങുകയായിരുന്നു. തുടർച്ചയായ 6 മണിക്കൂർ മുന്നറിയിപ്പുകൾ ഫലം കാണാതെ വന്നതോടെയാണ് കപ്പലിനെ ബലം പ്രയോഗിച്ച് തടയാൻ US തീരുമാനിച്ചത്. കപ്പലിലെ ജീവനക്കാരുടെ ജീവന് അപകടമുണ്ടാകാത്ത രീതിയിൽ കപ്പലിന്റെ സഞ്ചാരം തടയുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി USS സ്പ്രൂവൻസിലെ കമാൻഡർമാർ കപ്പലിന്റെ എഞ്ചിൻ റൂം ലക്ഷ്യം വയ്ക്കാൻ നിർദ്ദേശം നൽകി. വെടിവെപ്പിന് മുൻപായി എഞ്ചിൻ റൂമിലുള്ളവരോട് അവിടെ നിന്ന് മാറി നിൽക്കാൻ കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. USS സ്പ്രൂവൻസിലെ കരുത്തുറ്റ 5-ഇഞ്ച് MK-45 ഗണ്ണിൽ നിന്നാണ് വെടിയുണ്ടകൾ തൊടുത്തത്. പീരങ്കി ഉണ്ടകൾ കപ്പലിന്റെ എഞ്ചിൻ റൂമിൽ കൃത്യമായി പതിക്കുകയും അവിടെ വലിയ വിള്ളലുണ്ടാവുകയും ചെയ്തു. എഞ്ചിൻ പ്രവർത്തനരഹിതമായതോടെ കൂറ്റൻ ചരക്കു കപ്പൽ കടലിന്റെ നടുവിൽ നിശ്ചലമായി. കപ്പലിന്റെ വേഗത നിലച്ചതോടെ US മറീനുകൾ ഹെലികോപ്റ്ററുകൾ വഴിയും ബോട്ടുകൾ വഴിയും തുസ്കയിലേക്ക് ഇരച്ചുകയറി നിയന്ത്രണം ഏറ്റെടുത്തു. ഇറാൻ പതാകയേന്തിയ തുസ്കയ്ക്ക് ഏകദേശം 900 അടി നീളമുണ്ട്. US ട്രഷറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉപരോധ പട്ടികയിലുള്ള കപ്പലാണിതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. മുൻപും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചരിത്രമുള്ളതിനാലാണ് കപ്പലിനെ തടഞ്ഞതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. നിലവിൽ കപ്പൽ പൂർണ്ണമായും US സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് കടത്തിക്കൊണ്ടു പോകുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. സൈനിക നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന അമേരിക്കയുടെ നയമാണ്. ഇറാന്റെ പക്കലുള്ള ആണവ പദ്ധതികളും പ്രാദേശികമായ ഇടപെടലുകളും അവസാനിപ്പിക്കാൻ അവരുടെ വരുമാന സ്രോതസ്സുകൾ തടയണമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇറാനിയൻ തീരങ്ങളിലൂടെയുള്ള എല്ലാ ചരക്കു നീക്കങ്ങൾക്കും US ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ ഉപരോധം ലംഘിക്കുന്ന ഏതൊരു കപ്പലിനും ഇതേ അവസ്ഥയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക നൽകുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ US ഇറാൻ പ്രതിനിധികൾ തമ്മിലുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ്. ചർച്ചാമേശയിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ട്രംപ് ഭരണകൂടം ഈ കപ്പൽ പിടിച്ചെടുക്കലിനെ കാണുന്നത്. തങ്ങൾ പറയുന്ന ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് US ഇതിലൂടെ നൽകുന്നത്. ഈ സംഭവത്തെ സായുധ കടൽക്കൊള്ള എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്.